CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം വരാൻ പോകുന്നത് ഈ ഒരു മാസം മാർച്ച് 30-ാം തീയതിയാണ്. അതും ശനിയാഴ്ച രാത്രി 7:30 ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരിന്റെ തട്ടകത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെയും ജംഷഡ്പൂരിന്റെയും മാച്ചുകളുടെ ഒരു സ്റ്റാറ്റസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് 15 മത്സരങ്ങൾക്കാണ്. അതിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് 5 മത്സരങ്ങൾക്കാണ്. ജംഷഡ്പൂർ FC ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ 3 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 3 മത്സരം ജംഷഡ്പൂരിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ജംഷഡ്പൂർ FC ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനോട് 5 മത്സരങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 7 എണ്ണവും ടൈഡ് ആയിട്ടുണ്ട്, അഥവാ സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട് മത്സരം. ഇനി ഗോളുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ FC ഈ ഒരു 15 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 15 മത്സരങ്ങളിൽ നിന്നും 19 ഗോളോളം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ISLന്റെ 10ാം സീസണിലെ ആദ്യപാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഏകപക്ഷീയമായ ഒരു ഗോളിന് ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും കൊച്ചിയിൽ വെച്ചായിരുന്നു ജംഷഡ്പൂർ FCയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാൻ പോകുന്ന ഈ ജംഷഡ്പൂർ FCക്കെതിരായുള്ള മത്സരം വളരെയധികം നിർണായകം തന്നെയാണ്. കാരണം ഈ ഒരു മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ജംഷഡ്പൂർ FCക്കെതിരായുള്ള മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സച്ചിന് പകരക്കാരനായി കൊണ്ട് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന കരൺജിത് സിംഗ് ആണ് ഉണ്ടാവുക. അതേസമയം ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗ്, മാർക്കോ ലെസ്കോവിച്ച്, ഓർമിപ്പാം റീവ, സന്ദീപ് സിംഗ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും കളിക്കുമ്പോൾ സെന്റർ ഡിഫൻഡേഴ്സ് ആയിക്കൊണ്ട് അഥവാ സെന്റർ ബാക്കുകളായിക്കൊണ്ട് മാർക്കോ ലെസ്കോവിച്ചും ഹോർമിപ്പാം റീവയും കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ KP, ജീക്സൺ സിംഗ്, വിപിൻ മോഹനൻ, ഡൈസുകെ സക്കായി എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് വിംഗ് പൊസിഷനിൽ രാഹുൽ KP കളിക്കുമ്പോൾ ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ ഡൈസുകെ സക്കായി കളിക്കാനും കൂടാതെ തന്നെ സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് വിപിൻ മോഹനനും ജീക്സൺ സിംഗും കളിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസും കൂടാതെ തന്നെ ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ നായകൻ ഫെഡോ സെർണിച്ചും അണിനിരക്കാനാണ് സാധ്യതയുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് മജീഷ്യൻ അഡ്രിയാൻ ലൂണ കളിക്കുമോ ഇല്ലോ എന്നൊന്നും ഇതുവരെ ആയിട്ടും വ്യക്തമായിട്ടില്ല. ഏതായാലും അടുത്ത മത്സരത്തിൽ ലൂണ കളിക്കാൻ ചാൻസ് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇതേ ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.